ഓരോ അവിടുന്ന് പോന്നാ എന്ത് ചെയ്യും, അത് കാണും, ആകെ പ്രശ്നമാവും. നടന്ന കാലം ആകെ പ്രശ്നമാണല്ലോ. അപ്പോഴാണ് വലിച്ചപ്പോഴാണ് ആകെ എല്ലാവർക്കും ഇത് മനസ്സിലായത്. അപ്പൊ എല്ലാവരും ഇവിടെ ഇട്ടിട്ട് ഈ ഞങ്ങളപ്പോ ഉള്ളതല്ലാന്ന് പറയേ, പിന്നെ ആർക്കും വേണ്ട. ഈ ഒരു അവസ്ഥയിലാണ് എന്ത് ഇയാൾ പോയി എത്തിയിട്ടുള്ളത്. അപ്പൊ ശാസ്ത്രത്തിന്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്നവര് ഈ ഭാഗം കാണണം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അവിടെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, എന്ന് വെച്ചാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നുള്ള ആയതുകൊണ്ടാണ് ഇത് തെറ്റാന്ന് പറഞ്ഞത്. നിങ്ങൾ നോർവേയിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നോ വന്നാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, അപ്പൊ അറിയില്ല, ഒരു കുഴപ്പമില്ല എന്നാ പറയാ. ഒരുപാട് കാലഘട്ടമായി ഓൺലൈൻ രംഗത്ത്, നമ്മൾ ഓൺലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ഒരു ചർച്ചയാണ് ഈ ഒരു ഓൺലൈൻ രംഗത്ത് വിദ്വേഷം വിതക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ. പേരെന്നെ എടുത്തു പറയേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. നമ്മളൊരിക്കലും ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യേണ്ട ഒരാൾ എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാലം ഓൺലൈൻ ഡിബേറ്റുകൾ, അദ്ദേഹത്തിൻ്റെ പല പ്രോഗ്രാമുകൾ മുസ്ലിമീങ്ങളെ തന്നെ വളരെ താറടിച്ച് കാണിക്കുന്ന, അത് ഖുർആനെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയും ഒക്കെ വളരെ നിഷ്പ്രയാസം, ഒരു അതിവൈകാരികമായ രൂപത്തിലേക്ക് പല ആളുകളെയും ചിന്തിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള തരത്തിലുള്ള പ്രയോഗങ്ങളും സംസാരങ്ങളും അങ്ങനത്തെ പ്രോഗ്രാമുകളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം പലപ്പോഴും പറയാറുള്ളത്, നമ്മളൊക്കെ ആളുകൾ പോലും ഇദ്ദേഹത്തെ ഡിബേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് വരൂ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹം വന്നു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലണ്ടനിൽ ചെന്നിട്ട് ഒരു ഡിബേറ്റിൽ പങ്കെടുത്തു. പങ്കെടുത്ത സമയത്ത് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞു, ഖുർആനിൽ പറയുന്നുണ്ട് ബന്ധുക്കളുമായി തന്നെ എന്ത് ചെയ്യാം, ക്ഷയിക്കാമെന്ന് പറയുന്ന ഘടകങ്ങളുണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ ഞങ്ങൾ നെറ്റ് എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നെറ്റ് കിട്ടുന്ന തിരഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തില്ല, ആയത്ത് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം പറഞ്ഞു നെറ്റ് കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ ആളുകളും എന്ത് ചെയ്തു, മൊബൈൽ ഫോൺ കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹം തോറ്റു പിന്മാറുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ് മുസ്ലിം സംഘടനയുടെ ആളുകൾ പോലും ഇദ്ദേഹത്തെ തള്ളി പറയുന്നൊരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവരെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പോലത്തെ ആളുകൾ, നേരത്തെ നമ്മൾ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ വിതക്കുന്ന ഒരുപാട് വിദ്വേഷങ്ങളുണ്ട്. കോളിംഗ് എന്നുള്ളൊരു പ്രോഗ്രാമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. ഇവരെയും പൂട്ടേണ്ട സമയമായിട്ടില്ലേ? സംശയമൊന്നുമില്ല കാര്യത്തിൽ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെ നമ്മൾ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും ഈ അദ്നാൻ റഷീദ് അല്ലേ, ലണ്ടനിൽ അദ്ദേഹത്തോട് സംസാരിച്ച വ്യക്തി, അദ്ദേഹത്തിനൊരു അഭിനന്ദനം നമ്മൾ സ്പോട്ട്ലൈറ്റ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വിദ്വേഷത്തിൻ്റെ വിഷവായു കൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ ഊതി വീർപ്പിച്ച ഒരു ബലൂണായിരുന്നു ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആരിഫ് ഹുസൈൻ എന്ന ആൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്താണെന്ത് കൊടുത്തത് ഇന്ന് ഈ അദ്നാൻ റാഷിദ് ചെയ്ത് ആൾക്കൂട്ടവും ഒട്ടിയാണ് പോയി. അത്രേ ഉള്ളൂ. അതായത് ഇവർ എത്ര ഊതി വീർപ്പിച്ചാലും അതൊരു ചെറിയ മുട്ടുസൂചി കൊണ്ടൊരു ഒന്ന് തട്ടിയാൽ പൊട്ടാവുന്ന അത്ര ബാലിശമാണ്. എനിക്കിത് കണ്ടപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തെ ഓർമ്മ വന്നു. അതായത് യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിർ. കറക്റ്റാണത്. അത് ശരിക്കും ഇവിടേക്ക് കറക്റ്റാണ്. നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ, അങ്ങനെ തന്നെയാണ്, ഊതിക്കെടുത്താൻ എത്ര ശ്രമിച്ചാലും അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് അവിശ്വാസികൾക്ക് എത്ര വെറുപ്പുണ്ടാക്കിയാലും ശരിയാണ്. അതൊന്നും വായ കൊണ്ടൊന്നും ഇത് ഊതിക്കെടുത്താൻ കഴിയില്ല. അത് രാവിലെ നേരം വെളുക്കാൻ സമയത്ത് സൂര്യൻ ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് ഉദിച്ചു വരും. അപ്പോൾ അത് ഉദിച്ചു വരുമ്പോൾ എനിക്ക് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ എത്ര ജനലും വാതിലും കൊട്ടിയടച്ചാലും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു മുറം കൊണ്ടോ സംഗതികൾ കൊണ്ടോ സൂര്യനെ മറച്ചു പിടിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്ത് ചെയ്യും, വരും. നിമിഷങ്ങൾ അതിങ്ങനെ സമയം മുന്നോട്ട് പോകും തോറും അത് ജ്വലിച്ച് അവനവൻ്റെ മുളുകളിൽ നിന്ന് കത്തും. ഒന്ന് മറച്ചു വെക്കാൻ അത്രക്ക് പവറുള്ളതാണിത് ഇസ്ലാമിൻ്റെ സത്യം, ആ സത്യപ്രകാശം എന്ന് പറയുന്നത്. ഒരാൾക്കും അത് മുറം കൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വായ കൊണ്ട് ഊതിക്കെടുത്താൻ കഴിയില്ല. അത് ജ്വലിച്ചു നിൽക്കും. കാരണം അത് സ്രഷ്ടാവിൻ്റെ ദർശനമാണ്. അതുകൊണ്ട് അതിനെ നമ്മളാരും സംരക്ഷിക്കൊന്നും വേണ്ട, നമുക്കും അങ്ങനെ തോന്നലൊന്നും വേണ്ട. നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കും, അതുപോലെ എഴുതും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി അദ്നാൻ റാഷിദ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് അതൊന്നുമല്ല. ഇത്
ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിനെ നാമാണ് ഇറക്കിയിരിക്കുന്നത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത ഒരു മതമാണിത്. അതുകൊണ്ട് ആരും ഇവിടെ കടഞ്ഞ് പടന്നിട്ടും കാര്യമില്ല, അത് പടച്ചും സംരക്ഷിക്കും. അതൊക്കെ എത്ര കാലം കൊണ്ട് ഊതിണ്ടാക്കിയതാണെങ്കിലും അത് ഒരു ഒറ്റ മുട്ടുസൂചി കൊണ്ട് പൊട്ടിക്കാൻ പറ്റണതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ നേരത്തെ തൊപ്പിൻ്റെ വേറൊരു വേർഷനാണ് ഇവരൊക്കെ. അത്രേ ഉള്ളൂ, അത്രേ നമ്മൾ കാണണ്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്ത് കണ്ട് പോവാറാണ് പതിവ്. ഇപ്പം അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ ഒരു കേരളത്തിലൊരു വലിയൊരു ഇസ്ലാം വിരുദ്ധ അംബാസഡറായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ പിന്നെ ലെവലിൽ അദ്ദേഹത്തിനൊന്ന് ഫിഗർ ആക്കാൻ വേണ്ടി കണ്ട് പോയതാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. കാരണം അവിടെ ഈ പിന്നെ ലണ്ടനിൽ ഹൈഡ് പാർക്ക് അതെല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും എന്ത് ചെയ്യോടെ ആളുകൾ കൂടും, ഇതുപോലെ ഡിബേറ്റുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സുതാര്യമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ആളായിങ്ങാണ്ട് ഞാൻ ലണ്ടനിലടക്കം പോയിട്ട് പറഞ്ഞിട്ടൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇവിടെ വന്ന് പറയാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് പെട്ടത് ഇവരുടെ ശരിക്കും ഇസ്ലാം എന്താണെന്ന് പഠിച്ച ആൾക്കാരുടെ മുമ്പിലാണ്. അത് ശരിക്കും എന്ത് ചെയ്തു അവിടെ മനസ്സിലായി. അപ്പം അദ്ദേഹം പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും പറഞ്ഞു, എന്ത് സ്വന്തം മകളുമായിട്ട് എന്ത് ചെയ്യുക, പിന്നെ പിന്നെ ബന്ധപ്പെടാം, അത് ഖുർആനിലുണ്ട്. ഭയങ്കര ആ രീതിയിലാണ് എന്ത് സംസാരിച്ചത്. അപ്പോഴാണ് ഇയാൾ 10-15 മിനിറ്റോളം ഞാനത് കണ്ടു, ആ ഭാഗം കണ്ടു. 15 മിനിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എവിടെ എന്നാ കാണിച്ചേരി. ഇയാളത് ഇങ്ങനെ തെരഞ്ഞു നിൽക്കുകയാണ്. ഇത് ഇരുട്ടത്ത് കറുത്ത പൂച്ചനെ തെരയാന്ന് പറഞ്ഞ മാതിരി സാധനം കാണൂലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഇത് കാണുള്ളൂ. അപ്പം ഇത് ഒരിക്കലും എന്ത് ചെയ്യണില്ല, കാണുന്നില്ല. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇതിൽ പിന്നെ ദൃഷ്ടാന്തം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പിന്തുണക്കുന്ന അദ്ദേഹത്തിൻ്റെ പാളയത്തിലുണ്ടായിരുന്ന വിമർശിക്കുക എന്ന് പറഞ്ഞല്ലോ. എനിക്കത് കണ്ടപ്പോൾ എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ സ്കൂളിൽ ഈ LP ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തുള്ള ഒരു അനുഭവം പറയലുണ്ട്. ഏതൊരു സ്കൂളിൽ നമ്മളെ സുഹൃത്തുക്കൾ, അതായത് അവരൊന്നിച്ച് പോവും എന്നും എളാപ്പം മുത്താപ്പം മക്കളൊക്കെയാണ്. ഒന്നിച്ച് പോയിട്ട് സ്കൂൾ വിട്ടുങ്ങാണ്ട് ഒന്നിച്ചാൽ പോരുക. അതിൽ ഒരു ദിവസം വരെ കൂടെയുള്ള ഒരാൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു പോരുന്നില്ല. അവന് ഈ ചുമരുമ്മ പിന്നെ സാരിങ്ങ നിൽക്കുകയാണ് ബെല്ലടിച്ചിട്ടും. എത്ര പിടിച്ചു വലിച്ചാലും എന്ത് ചെയ്യൂല, പോകാനില്ല, ആള് പോരില്ല. അപ്പം എല്ലാവരും ഈ പോരുന്നുണ്ടെങ്കിൽ പോരില്ലേ, ഞങ്ങൾ പോവാണ്. അങ്ങനെ കുറേ ആൾക്കാർ പോയി. അവസാനം ഒരുത്തം പോയിട്ട് ഇജിന് പോന്നാറിന് ഒറ്റ വലി. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ ട്രൗസർ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, സംഗതി പോയിട്ടുണ്ട്. ഓരോ അവിടുന്ന് പോന്നാ എന്ത് ചെയ്യും, അത് കാണും, ആകെ പ്രശ്നമാവും. നടന്ന കാലം ആകെ പ്രശ്നമാണല്ലോ. അപ്പോഴാണ് വലിച്ചപ്പോഴാണ് ആകെ എല്ലാവർക്കും ഇത് മനസ്സിലായത്. അപ്പം എല്ലാവരും ഇവിടെ ഇട്ടിട്ട് ഈ ഞങ്ങളപ്പോൾ ഉള്ളതല്ല എന്ന് പറയേ, പിന്നെ ആർക്കും വരെ വേണ്ട. ഈ ഒരു അവസ്ഥയിലാണ് എന്ത് ഇയാൾ പോയി എത്തിയിട്ടുള്ളത്. അവരുടെ ആളുകൾക്ക് തന്നെ ഈ ഞങ്ങളപ്പോൾ ഉള്ളതല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് അത് ശരിക്കും അവിടെ കാണാൻ പറ്റുമേ. അത് ശരിക്കും അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. പിന്നെ ആ വീഡിയോ പിന്നെയും മുന്നോട്ട് പോകുന്നുണ്ട്. അയാളെ പിന്നോലെ എവിടെയാണ് ആയത്ത് പറയാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ പച്ചക്കാളാവാണ് പറഞ്ഞ് ഇത്ര വഷളാകാനില്ല മനുഷ്യൻ. അതാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഏതായിരുന്നാലും ഇത് അദ്ദേഹം അർഹിക്കുന്നതാണ്. ആ അർഹിക്കുന്നത് കിട്ടി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഏതായിരുന്നാലും പിന്നെ പഠിച്ചവരുടെ മുമ്പിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വിവരമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, പല ഗോഷ്ഠികളും കാണിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഈ വീഡിയോ എന്ത് ചെയ്യണം, എല്ലാവരും കേൾക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്ക്. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കേൾക്കണം എന്ന് അഭിപ്രായമുണ്ട്. പിന്നെ ഈ അദ്നാൻ റാഷിദ് പറയുന്നുണ്ട്, ഇന്ത്യക്കാരോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം സയനിസ്റ്റാണ്, BJP ആണ്, വെറുപ്പുൽപാദകനാണ്, തെളിവില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞത് അവർക്ക് തന്നെ സ്വമേധ എന്ത് ചെയ്തു മനസ്സിലായി. പിന്നെ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിലെല്ലാവർക്കും പാടുണ്ട്. അതായത് ചില ചാനലുകളൊക്കെ വലിയ സംഭവമായിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിരുത്തിക്കാണ്ട് ചർച്ച കൊണ്ടുപോകലുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ ഇത്ര നിലവാരം കുറഞ്ഞ ആളെയാണ് ഈ ഉപയോഗിക്കുന്നത് ഞാൻ ചാനലുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കണം. അവരെ ചാനലിന് ഒരു അന്തസ് ഉണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ ഒന്ന് ചിന്തിക്കണത് നല്ലതാണ്. പിന്നെ ഇവനിങ്ങനെ എന്തോ ഒരു ഫോൺ വിളിക്കലുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിന് ചില മുസ്ലിം ആൾക്കാരൊക്കെ എന്ത് ചെയ്യലുണ്ട്, ആ ഫോണിൽ സംസാരിക്കലുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഞാൻ മുസ്ലിം സമുദായത്തോടെ പറയുന്നത്,
ഇസ്ലാമിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ ഇത്തരം ആളുകൾക്ക് റേറ്റ് കിട്ടാനും അവരുടെ യൂട്യൂബ് ചാനലിനും വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടി അവരോട് ഇങ്ങനെ കൊത്തുന്നൊരു സമീപനം ഉണ്ടല്ലോ. എന്നിട്ട് അതിൽ വേണ്ടതുപോലെ കാര്യങ്ങൾ പറയാൻ കഴിയാതെ പോയി ഇയാൾ ഇങ്ങനെ കളവ് പറയായിരിക്കും. അത് കളവാണ് എന്ന് പറയാൻ കഴിയണ്ടേ? അതിന് കഴിയാത്ത ആൾക്കാരെ നിൽക്കരുത്. ഇദ്ദേഹം തന്നെ പറയണ്ടേ, ഞാൻ പച്ച കളവ് പറയും, തെളിയിച്ചോളി എന്നുള്ളതാണ്. അതെ. അപ്പം അങ്ങനത്തെ ഒരാളോട് കൊത്താൻ പോകേണ്ട ഒരു കാര്യം എന്താ? അത് മുസ്ലിം സമുദായത്തിലെ ഈ ഫോൺ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതിലൊരു പാഠമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ പലപ്പോഴും പറയാറുള്ള വിഷയം എന്താ വെച്ചാൽ, എൻ്റെ തട്ടകത്തിലാണ് ഞാൻ രാജാവ് എന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം മറ്റുള്ള ആളുകൾ വിളിക്കുന്നു, അദ്ദേഹം അതിലെന്ത് ചെയ്യുന്നു, മുതലാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം. അദ്ദേഹം അതിൽ ലീഡ് എടുക്കുന്നു, പിന്നെ വിളിക്കുന്ന ആളുകളോടും ഇതായിരുന്നു. പിന്നെ ചാറ്റ് ജി പി ടിയോട് യുദ്ധം ചെയ്യുന്നു. ചാറ്റ് ജി പി ടിയുടെ അവസാനം ഒരു 2-3 വീഡിയോകൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ചാറ്റ് ജി പി ടി അത് സത്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. പിന്നെ ആ വീഡിയോ ഒക്കെ മാറ്റിമറിക്കുന്ന തൻ്റെ ചാനലിൽ എന്ത് ചെയ്യുന്നു, ഏറ്റവും വലിയ ആളായിട്ട് മാറുന്നു. പക്ഷേ യഥാർത്ഥ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സമൂഹം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇന്നത്തെ ഡിബേറ്റോട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്? യഥാർത്ഥത്തിൽ ഈ ശരിയായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ മുൻപിൽ വന്നു പെട്ടിരുന്നെങ്കിൽ ഇതിന് മുൻപേ തന്നെ പിടിപ്പിക്കപ്പെടുമായിരുന്ന ഒരാളാണ്. ഒന്ന്. രണ്ടെന്താ വെച്ചാൽ അദ്ദേഹം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിന് ഒരു ഡിബേറ്റിന് വേണ്ട ഒരു പരിമിതമായ ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ, ധാർമ്മികത, അതുപോലും ഇല്ലാത്ത ഒരാളാണ്. നമ്മളെന്ന് വെച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം, ഈ സത്യാന്വേഷികളും താർക്കികരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെ. സത്യാന്വേഷികളെ എല്ലാവരും മറ്റേ നമ്മളെ കേൾവിക്കാർ എന്താ വെച്ചാൽ മനസ്സിലാക്കേണ്ട, ഒരു പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തെയൊക്കെ പിന്തുണക്കുന്നവരുണ്ടെങ്കിൽ അവരോട് കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നത്, സത്യാന്വേഷണങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിൽ നുരഞ്ഞു നിൽക്കുന്ന ചോദ്യങ്ങളുണ്ടാവും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുക. സ്വാഭാവികമായും അതിന് വളരെ ഫാക്ച്വലായി ക്രെഡിബിളായി ഉത്തരം കിട്ടുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാവും. അവരതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻക്വിസിറ്റീവ് ആകും, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാൽ ഒരു താർക്കികനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില താല്പര്യങ്ങളുണ്ട്. ഒരാൾ ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ട്രാപ്പിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ വീഴ്ത്താൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം അവർ ശ്രദ്ധിക്കില്ല, അതിനകത്ത് പറയുന്ന ഫാക്ട്സ് അവർ ശ്രദ്ധിക്കില്ല, ഡാറ്റയൊന്നും അവർക്ക് വേണ്ട. ഇനി കുടുങ്ങുകയാണെന്ന് തോന്നിയാലോ, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് അടുത്തൊരു ചോദ്യത്തിൽ ഒരൊറ്റ ചാടും. അപ്പോൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂല തോന്നിക്കഴിഞ്ഞാൽ ഉടനുള്ള പരിപാടി എന്താണ്, അടുത്തതിലേക്കുള്ള ചാട്ടായിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു എന്താ വെച്ചാൽ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കാൻ നോക്കും. ഇപ്പോൾ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ സത്യങ്ങൾ തന്നെ എടുക്കണമല്ലോ. ഒന്ന്, ഈ അവർ പലപ്പോഴും ശാസ്ത്രീയ ഭാവനയിലേക്കാണ് പോവുക. അത് ഇവർ മാത്രമൊന്നുമില്ല. അപ്പം നമുക്കറിയാം, ഇപ്പം ഈ ഡോക്കിൻസ് പോലും പലപ്പോഴും ശാസ്ത്രത്തിൽ നിന്ന് വിട്ടിട്ട് എന്ത് ചെയ്യും, ശാസ്ത്രീയ ഭാവനയിലേക്ക് പോകും. ഇപ്പോൾ പരിണാമവാദത്തിൻ്റെ വിഷയമൊക്കെ വരുമ്പോൾ, കാരണം അവർക്ക് എന്തില്ല, അതിന് സപ്പോർട്ടീവായിട്ടുള്ളത് ഉണ്ടാവില്ല. ഇവിടെ ഈ ഡിബേറ്റിൽ നടക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, അല്ല, ഈ മാതാവുമായിട്ട് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഖുർആനിൽ എന്നാണ് ഒരു വാദം. അല്ലെങ്കിൽ വെച്ചാൽ അതിന് അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് ഇദ്ദേഹം, ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അത് പറ്റൂല. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ അതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താ, ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പറയുന്ന ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ്? അപ്പോൾ ഇവിടെ ഈ എല്ലാത്തിനും ശാസ്ത്രീയ അടിസ്ഥാനം തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്നത് ധാർമ്മികതയെ നിശ്ചയിക്കാനോ അതിനെ വിശദീകരിക്കാനുള്ളൊരു ടൂളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ എങ്ങനെയാണ് ഈ ശാസ്ത്രം കൊണ്ടുവന്നിരിക്കുന്നത്? സ്വാഭാവികമായും അവിടുത്തെ ധാർമ്മികത, മൂല്യബോധമെന്ന് പറയുന്നത് ഒന്നുകിൽ സാമൂഹികമാണ് അല്ലെങ്കിൽ മതപരമാണ്. ഇതല്ലാത്തൊന്നില്ല. അപ്പോൾ അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഈ ഭാഗം കാണണം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അവിടെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, എന്ന് വെച്ചാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നുള്ള ആയതുകൊണ്ടാണ് ഇത് തെറ്റാന്ന് പറഞ്ഞത്. നിങ്ങൾ നോർവേയിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നോ വന്നതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, അപ്പോൾ അറിയില്ല, ഒരു കുഴപ്പമില്ല എന്നാ പറയാം. അപ്പോൾ അവിടെ തന്നെ
ഈ പറയുന്ന ശാസ്ത്രീയതാവാദത്തിൻ്റെ കുഴപ്പം. ഈ ധാർമ്മികതയെക്കുറിച്ചാണ് സാധാരണ ആപേക്ഷികം എന്ന് പറയാം. ശാസ്ത്രാപേക്ഷികമല്ലല്ലോ, ശാസ്ത്ര അബ്സല്യൂട്ട് ആവേണ്ടതാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞ ശാസ്ത്രലോകത്തിന് ഇതിന് ഉത്തരമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ആപേക്ഷിക ധാർമ്മികതയിലേക്ക് അദ്ദേഹം വീണു പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നെന്താ വെച്ചാൽ ഈ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു തുറന്ന മനസ്സുണ്ടാവില്ല, അതിന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഒരു മത്സര ബുദ്ധിയോടെ, താർക്കിക ബുദ്ധിയോടെ എന്ത് ചെയ്യും, വളരെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെയാണ് പല കാര്യങ്ങളും പറയുക. ഇതേ രീതിയിലാണ് ഇദ്ദേഹം ഇവിടെ തുടങ്ങുന്നത്. ആ ഒരു അരഗൻസോടെ അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അരഗൻസ് അവസാനമാകുമ്പോഴേക്ക് ഒളിച്ചോടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതാണ്. അപ്പം അന്വേഷണത്വര ഇല്ല എന്നുള്ളത് ഒരു ഭാഗത്ത്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നുള്ളത്, ഇതൊക്കെ അതിനകത്ത് വിട്ടുപോകണം. പിന്നെന്താ വെച്ചാൽ പലപ്പോഴും ഈ ഇത്തരം ആളുകൾ മാറാണ്ടായ കാരണം നോക്കിയാൽ വളരെ ബാലിഷാക്കാരെന്ന് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ MN കാരശ്ശേരിയുടെ ഒരു വീഡിയോ കണ്ടു. അദ്ദേഹം ഇസ്ലാം വിടാൻ കാരണം വാപ്പയാണ്. ആലോചിച്ച് നോക്കൂ. അതായത് ഇത്രയും ഉന്നതമായ ഒരു ഇൻ്റലക്റ്റ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ ഞാൻ ഇസ്ലാം വിടാൻ കാരണം എൻ്റെ വാപ്പയാറിന് കഴിഞ്ഞില്ലേ. യഥാർത്ഥത്തിൽ ആശയപരമായ ഒരു അന്വേഷണത്തിൽ നിന്ന്, യുക്തിപരമായ തൻ്റെ അന്വേഷണത്തിൽ നിന്ന്, ശാസ്ത്രീയമായ തൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് ഇസ്ലാം ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിട്ടേണ്ട് പറയേണ്ട പകരം എൻ്റെ വളരെ വൈകാരികമായ ഒരു കാരണമാണ് അതിനെന്നുള്ളതാണ്. എന്നെ ഇസ്ലാം അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന മറ്റൊരു വീഡിയോ പറഞ്ഞത്. ഇവിടെ തിരിച്ചാലോചിക്കണം വെച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ മതത്തിലേക്ക് എത്തുന്നതും തിരിച്ചു പോകുന്നതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണം ഉണ്ടാവും, അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാൾ എത്തുന്നതാണ് ഒന്നുകിൽ മതം അല്ലെങ്കിൽ പുറത്ത്. പക്ഷേ ഇവിടെ ഉപയോഗിക്കേണ്ട യഥാർത്ഥ ടൂൾ എന്താണ്? സത്യാന്വേഷണത്തിനുള്ള ഒരു താല്പര്യമാണ്. അവിടെ ഇത് കാണുന്നില്ല എന്നുള്ളത്. ഇത് ഞാൻ മനസ്സിൽ ഇദ്ദേഹത്തിന് മാത്രമൊന്നുമില്ല, ഈ താത്വികമോ ആദർശപരമോ ആശയപരമോ ഒന്നും അല്ലാതെ ഇപ്പോൾ മൈത്രേയനെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബാസിലുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഒരു ഇതിനകത്ത് ഫാക്ട്സ് പറയുമ്പോൾ അദ്ദേഹം എന്താണ്, അതിനോട് മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലരും ഇപ്പോൾ നേരത്തെ ഉണ്ടായൊരു ഡിബേറ്റിൽ നമുക്കറിയാം, ഇപ്പോൾ ജബ്ബാറുമായിട്ടുണ്ടായൊരു ഡിബേറ്റിൽ അതിന് ആഴക്കടലുകളുമായി ബന്ധപ്പെട്ട് ഖുർആൻ്റെ പരാമർശം എത്രമാത്രം ശാസ്ത്രീയവും ആധികാരികവുമാണ് എന്ന് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിനുത്തരമില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ അവിടെയെങ്കിലും എന്ത് ചെയ്യണമെന്ന് കീഴടങ്ങളിലോ, പക്ഷെ ആ മനസ്സെന്ത് ചെയ്യില്ല, അവരെ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഈ പലപ്പോഴും സംവാദത്തിൻ്റേതായ ഒരു മൂല്യബോധത്തെ ഇവർ പറ്റേ തള്ളിക്കളയുന്നതാണ് ഒരു വശം. രണ്ടേക്കെന്ന് വെച്ചാൽ ഈ എന്താ വെച്ചാൽ ഒരു തരം പരാതമായിട്ടാണ് ഇദ്ദേഹമൊക്കെ ജീവിക്കുന്നത്. അതെ, ഒരു പാരസൈറ്റ്. അതായത് മര്യാദക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മറ്റേ ജോലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്ത മനുഷ്യനാണ്. പിന്നെ അതിന് അദ്ദേഹം തള്ളി പറയുന്നു, തൻ്റെ മതത്തെ തള്ളി പറയുന്നു, തൻ്റെ കുടുംബത്തെ, ഉമ്മയെ അടക്കം അദ്ദേഹം തള്ളി പറയുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇപ്പം എങ്ങനെയാണ് ജീവിക്കുന്നത്? കൃത്യമായിട്ടും എല്ലാവർക്കും അറിയാം, അദ്ദേഹം തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സയനിസ്റ്റ് ലോബിയിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് രക്തം കുടിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ, അത് കുട്ടികളുടെ രക്തം കുടിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ കയ്യാളായി, പിന്തുണക്കാരനായി നിന്നുകൊണ്ട് ഒരു സാമൂഹിക രംഗത്തുള്ളൊരു പരാതി എന്ന് പറയില്ലേ, അതിന് അദ്ദേഹത്തെ സയനിസ്റ്റുകാരനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അതവിടെ ചെന്നപ്പോൾ കിട്ടി. അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ അവിടുന്ന് കിട്ടി. ഇതൊക്കെ കിട്ടിക്കൊണ്ടാണ് അത് വരുന്നത്. എന്തായാലും എന്തിനാണ് അദ്ദേഹം എക്സ് മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ബുദ്ധിപരമായി മതത്തെ വിലയിരുത്തുന്ന ആളുകൾ ഒന്നുകിൽ എന്താണ്, അവർ ഭൗതികവാദികളാണ്, അല്ലെങ്കിൽ അവർ യുക്തിവാദികളാണ്, അല്ലെങ്കിൽ അവർ ആശയവാദികളാണ്, അല്ലെങ്കിൽ ആഗ്നേയവാദികളാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഇതൊന്നും പറയാൻ ധൈര്യമില്ലാതെ അദ്ദേഹം സ്വയം പറയുന്നതാണ് എക്സ് മുസ്ലിം. കാരണം അത് ഒരു സുഖകരമായൊരു അമ്പർലയാണ്. മറ്റു പലരും എന്ത് ചെയ്യും, തലോടാൻ സാധ്യതയുള്ള ഒരു അമ്പർല. അതിനകത്ത് അതിനപ്പുറമല്ല, അതിനകത്ത് നിന്നുകൊണ്ട് തൻ്റേതായ ദൗർബല്യങ്ങളെയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്ന, ശക്തിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ശക്തനായ മുസ്ലിം വിമർശകനാണ് എന്നൊക്കെ കരുതി അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന, പിന്തുണയ്ക്കുന്ന, കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം
അദ്ദേഹത്തെ കാണുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ, അദ്ദേഹത്തിന് ശാസ്ത്രീയമോ ബൗദ്ധികമോ ആയ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ജ്ഞാനമില്ല. ആ നിലയ്ക്കൊരു വാഗ്വാദത്തിനോ ഒരു ഡിബേറ്റിനോ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യില്ല. മറിച്ച് ഈ പറഞ്ഞ ചില താർക്കിക ചോദ്യങ്ങൾ ചോദിച്ച് ഫിഖ്ഹി വിഷയങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇസ്ലാമിക ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശാലമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ വെറുതെ എടുത്തിട്ട് എന്ത് ചെയ്യുക, വലിയ കാര്യമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും ഇത് ഒരു കേവല പരാജയമല്ല. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു തന്നെ ആവശ്യം വരുന്ന സമയത്ത് ഇത്തരക്കാരെ എക്സ്പോസ് ചെയ്യും. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു എവിഡൻസാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ തട്ടകത്തിൽ രാജാവാണെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു അടിയാണിതെന്ന് മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്താണെന്നോ അത് കൃത്യമായ സത്യാന്വേഷണ ബോധത്തോടു കൂടി ഇറങ്ങി തിരിച്ച് അത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന മുസ്ലിം ലിബറലുകളടക്കം ശ്രദ്ധിക്കേണ്ടുന്ന, കാണേണ്ടുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ സ്പോട്ടിൽ സൂചിപ്പിച്ച പോലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖം തിരിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുകയാണ്.